എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എപ്പോഴും സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐഡിയൽ സൊല്യൂഷൻസും അതുപോലെ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻസും. അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റൗൾസ് ലോയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, അതുമായി ബന്ധിപ്പിച്ചാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് പറയുന്നത്. നമുക്ക് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻ മീൻസ് ഇത്രയേ ഉള്ളൂ: ദീസ് ആർ ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഓൾ കോൺസെൻട്രേഷൻസ്. എല്ലാ ടെമ്പറേച്ചറുകളിലും എല്ലാ കോൺസെൻട്രേഷനുകളിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. തിരിഞ്ഞു പോരും, നമ്മൾ ഐഡിയൽ ഗ്യാസ് പഠിച്ചിട്ടുണ്ട് +1-ൽ. അതുമായി ഇവിടെ ഒരു ബന്ധമൊന്നുമില്ല. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ദീസ് ആർ ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഓൾ കോൺസെൻട്രേഷൻസ്. എല്ലാ ടെമ്പറേച്ചറുകളിലും എല്ലാ കോൺസെൻട്രേഷനുകളിലും റൗൾസ് ലോ അനുസരിക്കുന്ന സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. PA = P0A × Ka എന്നും PB = P0B × Kb എന്ന് എഴുതാം. നമ്മൾ റോൾസ് ലോ പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ റോൾസ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ആ ഇക്വേഷൻ ഒബേ ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് PA = P0A Ka എന്നും PB = P0B Kb എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഈ എയും ബിയും നമുക്കറിയാം നമ്മുടെ സൊല്യൂഷനിലെ രണ്ട് കമ്പോണൻസ് ആണ് എന്ന് ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി. അവർക്ക് രണ്ടുപേർക്കും വേപ്പറായി മാറാൻ കഴിവുള്ള രണ്ട് വോളറ്റൈൽ കമ്പോണൻസ് ആണ് എയും ബിയും. അത്രയും ഓർമ്മയിൽ വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോണം, മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് AA ഇൻറ്ററാക്ഷൻസ് ഓർ BB interactions are always equal to AB interaction. അത് മറ്റൊരു പോയിന്റ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ A എന്ന് പറയുന്ന ലിക്വിഡ് എടുക്കുന്നു, B എന്ന് പറയുന്ന മറ്റൊരു ലിക്വിഡ് കൂടി സാർ എടുക്കുന്നു. കണ്ടോ? ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ A എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമാകുമ്പോൾ അവിടെ എല്ലായിടത്തും ഉള്ള പാർട്ടിക്കിൾസ് ആര് മാത്രമേ കാണുകയുള്ളൂ? എയുടെ പാർട്ടിക്കിൾസ് മാത്രമേ കാണൂ. അതായത് എല്ലായിടത്തും എല്ലായിടത്തും A എന്നുള്ള പാർട്ടിക്കിൾസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഇന്ററാക്ഷൻസ് എന്തായിരിക്കും? AA ഇന്ററാക്ഷൻസ്. കണ്ടോ? അവിടെയുള്ള പാർട്ടിക്കിൾസ് മൊത്തം A ആണ്, എല്ലായിടത്തും A ആണ്. അപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാ? എക്കിടയിലുള്ള അട്രാക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് AA ഇന്ററാക്ഷൻ എന്ന് പറയാം. ക്ലിയർ? ഇനി ബിയിൽ മാത്രം എല്ലായിടത്തും ബിയുടെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളപ്പോൾ ഒരു ബിയുടെ പാർട്ടിക്കിൾ തൊട്ടടുത്തുള്ള ബിയുടെ പാർട്ടിക്കിളുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയല്ലേ ഒരു ഇന്ററാക്ഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? BB ഇന്ററാക്ഷൻസ് ആയിരിക്കും. ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കും, ആരെയാ ലഭിക്കുന്നത്? AB എന്ന സൊല്യൂഷനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ AB എന്ന സൊല്യൂഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെയുള്ള പാർട്ടിക്കിൾസ് എല്ലായിടത്തും AB ആണ്. അപ്പോൾ അവർക്കിടയിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ ഏതൊക്കെ പാർട്ടിക്കിൾസിന് ഇടയിലായിരിക്കും? Aക്കും Bക്കും ഇടയിലുള്ള അട്രാക്ഷൻ മാത്രമേ എല്ലായിടത്തും കാണൂ, അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് മാത്രമേ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ദാറ്റ് ഈസ് ഏതാണ്? AB ഇന്ററാക്ഷൻസ് ആണ് ഇവിടെയുള്ളത്. കണ്ടോ? അപ്പോൾ എയിൽ മാത്രം ഉള്ളത് ഏതാ? AA ഇന്ററാക്ഷനും ബിയിൽ മാത്രം ഏതാണ്? BB ഇന്ററാക്ഷൻസും ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇത്ര മാത്രം: എയും ബിയും കൂടെ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കി മാറ്റിയപ്പോൾ അവിടെ കാണപ്പെടുന്ന ഇന്ററാക്ഷൻ ഏതാ? AB ഇന്ററാക്ഷൻസ് ആണ്. ഏതാണ്? AB ഇന്ററാക്ഷൻസ്. ക്ലിയർ അല്ലേ? അതാണ് സാർ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ എക്കിടയിലുള്ള
ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതുപോലെ ബിക്ക് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എങ്ങനെയാണോ അതേപോലെ അതിന് തുല്യം തന്നെ ആയിരിക്കും ഈ എയും ബിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഉണ്ടായ സൊല്യൂഷനിലെ, അതായത് എ ബി എന്ന സൊല്യൂഷൻ, ആ എ ബി എന്ന സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് ആയ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആരെപ്പോലെ തന്നെ ആയിരിക്കും? എയ്ക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ ബിക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും പോലെ അത്രയും കൃത്യമായിട്ട് അത്രയും തന്നെ കാണും ആർക്കിടയിലും? എയ്ക്കും ബിക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കണ്ടോ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ഓർ ബി ഇന്ററാക്ഷൻസ് ആർ ഓൾവേസ് ഈക്വൽ ടു എ ബി ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ മനസ്സിലായി. ഇവിടെ അങ്ങനെ സൊല്യൂഷനായിട്ട് മാറുമ്പോഴേക്കും ആ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ എയ്ക്കും ഇടയിൽ ഏത് രീതിയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണോ ഉള്ളത്, അതും അല്ലെങ്കിൽ ബിക്കും ഇടയിൽ ഏത് രീതിയിലാണോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് അതുപോലെ അത്രയും സ്ട്രെങ്ത് തന്നെ കാണും ആർക്കിടയിലും? എയ്ക്കും ബിക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഒരു മാറ്റവും ഇല്ല എന്നാണ്. ക്ലിയർ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? എ ഓർ ബി ഇന്ററാക്ഷൻസ് ആർ ഓൾവേസ് ഈക്വൽ ടു എ ബി ഇന്ററാക്ഷൻസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലോട്ട് പോകാം. ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചേഞ്ച് ആണ് അല്ലേ? അതായത് നമ്മളിപ്പോൾ 2 ലിക്വിഡുകൾ എടുക്കുന്നു എന്ന് കരുതാം. ഞാനത് വ്യക്തമാക്കി തരാം, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും. അതായത് ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് ഞാൻ 10 ലിറ്റർ ആണ് എടുക്കുന്നതെന്ന് കരുതുക. 10 ലിറ്റർ എ സാർ എടുക്കുന്നു, അതുപോലെ 10 ലിറ്റർ ബി എന്ന ലിക്വിഡും സാർ എടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? 10 ലിറ്റർ എയും 10 ലിറ്റർ ബിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് എത്ര കിട്ടും? 20 ലിറ്റർ എ ബി എന്ന സൊല്യൂഷൻ കിട്ടും. ശരിയാണല്ലോ? അതും തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ 2 വോളിയങ്ങളെ നമുക്ക് എന്തെന്ന് എടുക്കാം? വേണമെങ്കിൽ ഇനിഷ്യൽ വോളിയംസ് ആയിട്ട് പരിഗണിക്കാം. ഇനിഷ്യൽ, ആദ്യത്തെ വോളിയം, മിക്സിങ്ങിന് മുമ്പുള്ളത്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ വോളിയം ഏതാണ്? ഫൈനൽ വോളിയം ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. എയും ബിയും കൂടെ മിക്സ് ചെയ്തിട്ട് എ ബി എന്ന സൊല്യൂഷനാക്കി മാറ്റിയപ്പോൾ അവിടുത്തെ വോളിയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഡെൽറ്റ വി മിക്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഡെൽറ്റ വി മിക്സിംഗ് ഇസ് ഈക്വൽ ടു ഫൈനലായിട്ടുള്ള സൊല്യൂഷനായി മാറിയപ്പോൾ ഉള്ള വോളിയം എ മൈനസ് ഇനിഷ്യലായിട്ടുള്ളപ്പോഴുള്ള വോളിയം. ഇങ്ങനെ എടുത്തൂടെ? അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വോളിയം മീൻസ് എത്രയാണ്? 20 ലിറ്റർ ആണ്. 20 മൈനസ് ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും കൂടി വോളിയം കൂട്ടണം. എത്ര വരും? 20. 10 10 20 വരും അല്ലേ? 10 + 10 20. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ 20 മൈനസ് 20 എത്ര വരും? ആൻസർ ഈസ് 0. ഇതിന്റെ അർത്ഥം എന്താണ്? ഡെൽറ്റ വി മിക്സിംഗ് എന്നുള്ളത് 0 ഡെൽറ്റ വി മിക്സിങ്ങിന്റെ വാല്യൂ എന്തായി മാറി? 0 മാറി. അതിന്റെ അർത്ഥം എന്താണ്? എ എന്ന ലിക്വിഡും ബി എന്ന ലിക്വിഡും കൂടി മിക്സ് ചെയ്തപ്പോൾ അവിടെ ഫോം ചെയ്യപ്പെട്ട സൊല്യൂഷന്റെ വോളിയം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടിൻ്റെയും കൂടി ചേർത്തിട്ടുള്ള വോളിയം തന്നെ കിട്ടി. അതായത് 10 ലിറ്റർ എയും 10 ലിറ്റർ ബിയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അത് രണ്ടും കൂടെ ചേർന്ന 20 ലിറ്റർ എന്നുള്ള വോളിയം തന്നെയാണ് നമുക്ക് എ ബി എന്ന സൊല്യൂഷനിൽ കിട്ടിയത്. അതായത് 20 എന്നുള്ളതിൽ നിന്നും 21 ആവുകയോ അല്ലെങ്കിൽ 20 എന്നുള്ളത് 15 ആയിട്ട് വോളിയം കുറയുകയോ ഒന്നും ചെയ്തില്ല. കറക്റ്റ് ഒരു വ്യത്യാസം ഉണ്ടായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയി കാണുമല്ലോ? മനസ്സിലായി കാണുമല്ലോ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി നോക്കാം. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻതാൽപ്പി ആണ് അല്ലേ? ഇപ്പൊ എ എന്ന് പറയുന്ന ലിക്വിഡിനകത്തും എൻതാൽപ്പി ഉണ്ട്, ബിയുടെ എന്ന് പറയുന്ന ലിക്വിഡിലും എൻതാൽപ്പി ഉണ്ട്. ശരിയല്ലേ? ഇനി നമ്മൾ എ എന്ന ലിക്വിഡും ബി എന്ന ലിക്വിഡും കൂടി മിക്സ് ചെയ്ത് എ ബി എന്ന സൊല്യൂഷനാക്കി മാറ്റിയപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഹീറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഹീറ്റിനെ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്നില്ല. അതായത് there is no heat is absorbed or liberated. പുതുതായിട്ട് ഹീറ്റ് അവിടെ ഉണ്ടാകപ്പെടുകയോ ഉള്ളത് അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. നേരത്തെ എത്രയായിരുന്നു അത്രയും തന്നെയാണ് ഇപ്പോഴും ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്.
എൻതാൽപ്പി മീൻസ് ഹീറ്റ് എമൗണ്ട് ആണല്ലോ, എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. കുഴപ്പങ്ങളൊന്നുമില്ലേ? അതായത് എ എന്ന് പറയുന്ന ലിക്വിഡും ബി എന്ന് പറയുന്ന ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് എ ബി എന്ന സൊല്യൂഷനാക്കി മാറ്റിയപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? പുതിയതായിട്ട് ഉള്ള എനർജി, ഇപ്പോൾ ഇവർക്കെല്ലാം ഹീറ്റ് എനർജി കാണും, ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യപ്പെടുന്നില്ല? നഷ്ടപ്പെടുന്നതുമില്ല, കൂടാതെ അതായത് അബ്സോർപ്ഷൻ നടക്കുന്നതുമില്ല, കൂടാതെ പുതിയതായിട്ട് അവിടെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടുന്നതുമില്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഡെൽറ്റ എച്ച് മിക്സിങ്ങിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 0 മീൻസ് ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 മീൻസ് എന്താ? അവിടെ എൻഡോതെർമിക്കും എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നില്ല. അതായത് ഹീറ്റിനെ സൊല്യൂഷനായി മാറുമ്പോൾ അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ പുതുതായിട്ട് ഹീറ്റ് എനർജി ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അതായത് ടെമ്പറേച്ചർ നേരത്തെ ഉള്ളതിൽ നിന്ന് കൂടുകയോ അതേപോലെ നേരത്തെ ഉള്ളതിൽ നിന്ന് ടെമ്പറേച്ചർ സൊല്യൂഷൻ ആയപ്പോൾ കുറയുകയോ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയി കാണുമല്ലോ? ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. നേരത്തെ ഈ രണ്ട് ലിക്വിഡിൻ്റെയും ടെമ്പറേച്ചർ എത്രയൊക്കെ തന്നെ അത് തന്നെ ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. സൊല്യൂഷനായി മാറുമ്പോഴും ആ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കണ്ടോ? ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. ദർ ഈസ് നോ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് ഓർക്കേണ്ടത്. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ മനസ്സിലാക്കിയും കൂടി എഴുതിക്കോണം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ സൊല്യൂഷന്റെ കുറച്ച് എക്സാമ്പിൾസാ. ഇതുകൂടി കാണാമെന്ന് പഠിച്ചേക്കണം, സെറ്റ് ആക്കാം. നമുക്ക് നോക്കിക്കോ. നോർമൽ ഹെക്സെയിൻ പ്ലസ് നോർമൽ ഹെപ്റ്റെയിൻ എക്സാമ്പിൾ ആണ്. നമ്മൾ നേരത്തെ എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് ലിക്വിഡ് പറഞ്ഞില്ലേ? അപ്പോൾ എയുടെ സ്ഥാനത്ത് നോർമൽ ഹെക്സെയിനും ബിയുടെ സ്ഥാനത്ത് നോർമൽ ഹെപ്റ്റെയിനും, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജനറലി ആണ് എയും ബിയും എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ അതിന് പകരം ഓരോ ലിക്വിഡ് എടുക്കുന്നു എന്ന് മാത്രം. കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, എളുപ്പമല്ലേ? നോർമൽ ഹെക്സെയിനും നോർമൽ ഹെപ്റ്റെയിനും കൂടി ചേർത്തുണ്ടാക്കുന്ന മിക്സ്ചർ, അതെന്തിന് എക്സാമ്പിൾ ആണ്? ഐഡിയൽ സൊല്യൂഷൻ. എളുപ്പത്തിൽ പഠിക്കാം. രണ്ടിലും തുടങ്ങുന്നത് ഹെക്സ്, കണ്ടോ? എച്ചിലാണ് തുടങ്ങുന്നത്. ഹെക്സെയിനും ഹെപ്റ്റെയിനും, ഹെക്സെയിനും ഹെപ്റ്റെയിനും സിമ്പിളായിട്ട് പഠിച്ചുകൂടെ? നെക്സ്റ്റ് ബ്രോമോഇഥെയിൻ പ്ലസ് ക്ലോറോഇഥെയിൻ, ബ്രോമോഇഥെയിൻ പ്ലസ് ക്ലോറോഇഥെയിൻ, അതും സിമ്പിൾ അല്ലേ? ബ്രോമോയും ക്ലോറോയും, ബാക്കി മറ്റേ ആള് ഈഥെയിൻ ആണ്. അപ്പൊ ബ്രോമോഇഥെയിൻ പ്ലസ് ക്ലോറോഇഥെയിൻ അവർ രണ്ടും കൂടെ ചേർന്ന മിക്സ്ചർ എന്തിന് എക്സാമ്പിൾ ആണ്? ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അടുത്തത് വളരെ സിമ്പിൾ, ക്ലോറോ ബെൻസീൻ പ്ലസ് ബ്രോമോബെൻസീൻ, വളരെ എളുപ്പമല്ലേ? ക്ലോറോ ബെൻസീൻ പ്ലസ് ബ്രോമോബെൻസീൻ. അപ്പൊ ഈ എക്സാമ്പിൾ പെട്ടെന്ന് പഠിച്ചത് എങ്ങനെയാ? നോർമൽ ഹെക്സെയിൻ പ്ലസ് നോർമൽ ഹെപ്റ്റെയിൻ, അതുപോലെ ബ്രോമോ ഈഥെയിൻ പ്ലസ് ക്ലോറോ ഈഥെയിൻ, അടുത്ത ക്ലോറോ ബെൻസീൻ പ്ലസ് ബ്രോമോ ബെൻസീൻ. വളരെ സിമ്പിൾ ആയിട്ട് ഈ 3 എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിളായി പഠിക്കുക. ഗ്രാഫ് നമുക്ക് ആവശ്യമില്ല, കാരണം ഗ്രാഫ് നിങ്ങൾ സെപ്പറേറ്റ് പഠിപ്പിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ട് വേണ്ടി വരത്തില്ല. കാര്യം റൗൾസ് ലോ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ റൗൾസ് ലോ അനുസരിക്കുന്ന സൊല്യൂഷൻ ആകുമ്പോൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് വരച്ച് വെച്ചാൽ മതി? റൗൾസ് ലോയുടെ ഗ്രാഫ് ഒന്ന് വരച്ച് വെച്ചാൽ മതി, സെറ്റ് ആയിക്കോളും. ക്ലിയർ? അപ്പോൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ചോദിച്ചാൽ ആരുടെ ഗ്രാഫ് വരച്ച് വെച്ചാൽ മതി? റൗൾസ് ലോയുടെ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? ഐഡിയൽ സൊല്യൂഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അവിടെ നമുക്ക് ഇത്തിരി കൂടുതൽ പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. അത് 2 ടൈപ്പായിട്ടൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ തുടങ്ങിയാലോ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. കറക്റ്റ് ഐഡിയൽ സൊല്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ദീസ് ആർ ദ സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ഒബേ റൗൾസ് ലോ at all temperatures and all concentrations. കണ്ടോ? അതായത് ഏതൊരു ടെമ്പറേച്ചറിലും ഏതൊരു കോൺസെൻട്രേഷനുകളിലും റൗൾസ് ലോയെ അനുസരിക്കാത്ത സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ? അപ്പോൾ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം ഓർത്തേ. അപ്പോൾ ആ നിയമം അനുസരിക്കില്ല എങ്കിൽ, അപ്പോൾ എയും ബിയും ആണ് നമ്മുടെ 2 കമ്പോണൻസ് സൊല്യൂഷനിലെങ്കിൽ നമുക്ക് എന്ത് പറയാം? PA is not equal to P0A chi A, PB is not equal to P0B chi B എന്ന് പറയാമല്ലോ. കൂടാതെ ഇന്ററാക്ഷൻസ് നോക്കിയേ, AA or BB ഇന്ററാക്ഷൻസ് മറ്റേത് ഈക്വൽ ആയിരുന്നു, ഇവിടെ നോട്ട് ഈക്വൽ ടു AB ഇന്ററാക്ഷൻ. അതായത് ഇവരെ പരസ്പരം ഒന്നെങ്കിൽ AA or BB ഇന്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആകാം ABയേക്കാൾ, അല്ലെങ്കിൽ വീക്കർ ആകാം. ഇതിൽ 2 ഏതെങ്കിലും സംഭവിക്കാം. മറ്റേടത്ത് കറക്റ്റ് ഒരേപോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി അടുത്ത ഡെൽറ്റ എച്ച് വി മിക്സിംഗ് എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 0 മീൻസ് എന്താ? അവിടെ A എന്നും B എന്നും പറയുന്ന 2 ലിക്വിഡുകൾ പരസ്പരം മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കി കഴിയുമ്പോൾ
നമുക്ക് പൊതുവേ കിട്ടിയത് 10 ലിറ്റർ എയും 10 ലിറ്റർ ബിയും കൂടാണ് എടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും 20 ലിറ്റർ തന്നെ കിട്ടുമെന്ന്. പക്ഷേ നോൺ ഐഡിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? 20 ലിറ്റർ കറക്റ്റ് കിട്ടില്ല. എത്രയായിരിക്കും കിട്ടുക? ഒന്നെങ്കിൽ 20-ൽ കൂടുതൽ 25 ലിറ്റർ എന്നോ അല്ലെങ്കിൽ 20-ൽ കുറവ് 15 ലിറ്റർ എന്നോ ആ ഈ രീതിയിലുള്ള ഏതെങ്കിലും ആയിരിക്കും കിട്ടുക. അതാണ് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0, ചേഞ്ച് 0 വരില്ല എന്നാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡിയൽ ആയിരുന്നുവെങ്കിൽ എയുടെയും ബിയുടെയും കൂടി ലിക്വിഡുകൾ പരസ്പരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പുതുതായിട്ട് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എന്തിന് സാധ്യതയുണ്ട്? ഒന്നുകിൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 0 വരാൻ പാടില്ല, വേണമെങ്കിൽ നെഗറ്റീവായിട്ട് ഏതെങ്കിലും സംഖ്യ വരാം അല്ലെങ്കിൽ പോസിറ്റീവും വരാം. അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിലീസിങ്ങോ സംഭവിക്കാം. അതായത് ഹീറ്റിങ്ങിൻ്റെ റിലീസിങ്ങിൻ്റെ ഫലമായി ചിലപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും റിസൾട്ടൻ്റ് സൊല്യൂഷൻ ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. അവിടെ അബ്സോർബ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അവിടെ റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ ടെമ്പറേച്ചർ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ മാറ്റങ്ങൾ വന്നുകൊണ്ടല്ലോ. അപ്പോൾ ഇത് ഓർമ്മയിൽ വെച്ചേക്കുക, ഡെൽറ്റ എച്ച് മിക്സിങ് നോട്ട് ഈക്വൽ ടു 0. ഇത് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ. ഇവിടെ നോട്ട് ഈക്വൽ ടു എന്നേ ഉള്ളൂ. ചിലപ്പോൾ എന്താകാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതുപോലെ ഡെൽറ്റ വി മിക്സിൻ്റെ വാല്യൂം കൂടാം, കുറയാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് വരാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. നോട്ട് ഈക്വൽ ടു എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനെ 2 ടൈപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിലൊന്നാമത്തേത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എന്നും രണ്ടാമത്തേത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിങ് നെഗറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾസ് ലോ. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ നമുക്ക് നോക്കാം. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കണം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഞാൻ എടുക്കുന്നു, അതുപോലെ ബി എന്ന് പറയുന്ന മറ്റൊരു ലിക്വിഡ് കൂടി ഞാൻ എടുക്കുന്നു. ഇവരെ പരസ്പരം നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ ബി എന്ന സൊല്യൂഷൻ കിട്ടുന്നു. ഈ സൊല്യൂഷനിൽ നിന്നും ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നമുക്ക് 2 രീതിയിലാണ് മെഷർ ചെയ്യാൻ കഴിയും. അതായത് ഈ സൊല്യൂഷനിൽ നിന്നും എയുടെ കുറേ വേപ്പേഴ്സ് നമുക്ക് കിട്ടും, കൂടാതെ ബിയുടെ കുറേ വേപ്പേഴ്സും കിട്ടും. അതായത് എയുടെ വേപ്പേഴ്സ് ഈ സൊല്യൂഷൻ്റെ സർഫസിൽ പ്രയോഗിക്കുന്ന വേപ്പർ പ്രഷറാണ് നമുക്ക് ഏത് പേരിൽ വിളിക്കാം? PA എന്ന പേരിലും. അതുപോലെ ഈ സൊല്യൂഷനിലുള്ള ബി കുറേ കഴിയുമ്പോൾ വേപ്പേഴ്സായിട്ട് മാറുന്നു. ആ വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ സൊല്യൂഷൻ്റെ സർഫസിൽ പ്രയോഗിക്കുന്ന വേപ്പർ പ്രഷറാണ് PB എന്നും പറയാം. ഓക്കെ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ PAയും PBയും നമുക്ക് 2 രീതിയിലാണ് മെഷർ ചെയ്യാൻ കഴിയുന്നത്. ഒന്ന് എക്സ്പെരിമെൻ്റലായിട്ടും മറ്റൊന്ന് തിയററ്റിക്കലായും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് PAയും PBയും മെഷർ ചെയ്യാൻ കഴിയും. ഏതൊക്കെ രീതിയിലാണ്? ഓർമ്മയിൽ വെച്ചേക്കണം. എക്സ്പെരിമെൻ്റലായിട്ടും അതുപോലെ തന്നെ തിയററ്റിക്കലായിട്ടും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഡിവൈസ് യൂസ് ചെയ്ത്, ഇപ്പോൾ മാനോമീറ്റർ പോലെയുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു? ഇവിടെയുള്ള ഈ PAയും PBയും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എക്സ്പെരിമെൻ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തിയററ്റിക്കൽ മീൻസ് ഇതേപോലെ പരീക്ഷണമൊന്നും നടത്താതെ തന്നെ നമുക്ക് തിയററ്റിക്കൽ മീൻസ് റൗൾസ് ലോ പ്രകാരം തന്നെ റൗൾസ് ലോ യൂസ് ചെയ്തുകൊണ്ട് PAയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുത്താൽ വാല്യൂ P0A കൈ എന്നും PBക്ക് പകരം P0B കൈബിയും കൊടുത്ത് നമുക്ക് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. PAയും PBയും ഏത് രീതിയിൽ കണ്ടുപിടിക്കാനും പറ്റും? തിയററ്റിക്കലായി മീൻസ് റൗൾസ് ലോ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പോൾ 2 രീതിയിൽ പറ്റും. ഏതൊക്കെയാ? ഒന്ന് എക്സ്പെരിമെൻ്റലായും മറ്റൊന്ന് തിയററ്റിക്കലായും. എക്സ്പെരിമെൻ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്പെരിമെൻ്റൽ മീൻസ് ഏതെങ്കിലും ഒരു ഉപകരണം യൂസ് ചെയ്ത്, സപ്പോസ് മാനോമീറ്റർ പോലെയുള്ള ഉപകരണം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് PAയും PBയും കണ്ടുപിടിക്കാം. കൂടാതെ ഇതേ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ PAയും PBയും തിയററ്റിക്കലായി മീൻസ് നമ്മൾ ഈ പരീക്ഷണം നടത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റൗൾസ് ലോ പ്രകാരവും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ 2 രീതി ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതായത്
ഞാൻ ആദ്യം ഇത് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ എക്സ്പെരിമെൻ്റലായി കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ആണ് ഈ PA എന്നിരിക്കട്ടെ. PA ഇതേതാണ്, എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചതാണ്. ക്ലിയർ ആണല്ലോ. ഇതേ PA എന്നുള്ളത് റൗൾസ് ലോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റൗൾസ് ലോ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചുകൂടെ? റൗൾസ് ലോ പ്രകാരം ആകുമ്പോൾ ഏതാ PAക്ക് പകരം ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? P0A A. അത് ആർക്ക് തുല്യമാണ്? PAക്ക് തുല്യമാണ്. അങ്ങനെയെങ്കിൽ റൗൾസ് ലോ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് P0A A. ഈ റൗൾസ് ലോ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാളും എന്ത് ചെയ്യപ്പെട്ടു? കൂടിപ്പോയി. എന്ത്? എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ PAയുടെ വാല്യൂ. അതായത് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ PAയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ തിയററ്റിക്കലായി മീൻസ് റൗൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ വാല്യൂവിനേക്കാളും എന്ത് ചെയ്തു? കൂടിപ്പോയി. അതുകൊണ്ട് നമുക്ക് അതിനെ പറയാം ദേ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. കണ്ടോ, കൂടിപ്പോയി. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതുന്നത് PA ഈസ് ഗ്രേറ്റർ ദാൻ P0A A. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഈ PA മീൻസ് എപ്പോൾ കണ്ടുപിടിച്ചതാ? എക്സ്പെരിമെൻ്റലായി. P0A A എന്ന് പറയുമ്പോൾ റൗൾസ് ലോ പ്രകാരം തിയററ്റിക്കലായി കണ്ടുപിടിച്ചു. അപ്പോൾ PAക്ക് തുല്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൗൾസ് ലോ പ്രകാരം P0A ആണ്. നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കാളും വാല്യൂ എന്ത് ചെയ്യപ്പെട്ടു? കൂടിപ്പോയി. നമ്മൾ മാനോമീറ്റർ പോലെയുള്ള ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോൾ. കണ്ടല്ലോ. അതുപോലെ PB നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ റൗൾസ് ലോ യൂസ് ചെയ്തുകൊണ്ട് തിയററ്റിക്കലായിട്ടും കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ PBയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ റൗൾസ് ലോ പ്രകാരം തിയററ്റിക്കലായി കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ വാല്യൂവിനേക്കാളും കൂടിപ്പോയി. കണ്ടോ? ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റലായി കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ PAയുടെയും PBയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് റൗൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ വാല്യൂവിനേക്കാളും കൂടിപ്പോയി. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ കൂടാൻ കാരണം എന്ത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളിവിടെ 2 ലിക്വിഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഇൻ്ററാക്ഷൻ A എന്ന ലിക്വിഡിലുള്ള ഇൻ്ററാക്ഷൻസ് എന്ന് പറയുന്നത് AA ഇൻ്ററാക്ഷനും B എന്ന് പറയുന്ന ലിക്വിഡിലുള്ളത് BB ഇൻ്ററാക്ഷൻസും ആണ്. കൂടാതെ ഈ സൊല്യൂഷനായ ABക്കകത്ത് AB ഇൻ്ററാക്ഷൻസുമായിരിക്കും ഉണ്ടാവുക. നോക്കുമ്പോൾ AA ഇൻ്ററാക്ഷൻ, അതായത് Aക്കും Aക്കും ഇടയിലുള്ള A എന്ന് പറയുന്ന പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ B എന്ന് പറയുന്ന പാർട്ടിക്കിൾസ്, ഒരുപാട് Bയുടെ പാർട്ടിക്കിൾസ് കാണുമല്ലോ, അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എന്ന് പറയുന്നത് ആരെക്കാളും സ്ട്രോങ് ആണ്? നമ്മുടെ Aക്കും Bക്കും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും സ്ട്രോങ് ആയിപ്പോയി. കണ്ടല്ലോ. ആ ഒരു കാരണം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമുക്ക് ഈ ഒരു രീതിയിലോട്ട് കിട്ടാൻ കാരണം. അതായത് റൗൾസ് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട വാല്യൂവിനേക്കാളും എക്സ്പെരിമെൻ്റലായി കണ്ടുപിടിച്ചപ്പോൾ കൂടി പോകാൻ കാരണം എന്താണ്? AA ഓർ BB ഇൻ്ററാക്ഷൻസ് ആർ ഗ്രേറ്റ് അല്ലെങ്കിൽ സ്ട്രോങ്ങർ ദാൻ AB ഇൻ്ററാക്ഷൻസ്. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് മനസ്സിലായി Aക്കും Bക്കും ഇടയിലുള്ള ബോണ്ട് അഥവാ അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അപ്പോൾ പെട്ടെന്ന് ആ ബോണ്ട് മുറിയപ്പെടുകയും വളരെ വേഗത്തിൽ തന്നെ എയും ബിയും എന്തായി മാറുകയും ചെയ്യും? വേപ്പേഴ്സായി മാറും. കൂടുതൽ വേപ്പേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എയുടെ വേപ്പേഴ്സും കൂടുതലായി ഉണ്ടാകുന്നു, ബിയുടെ വേപ്പേഴ്സും കൂടുതലായി ഉണ്ടാകുന്നു. അങ്ങനെ ഈ കൂടുതൽ വേപ്പേഴ്സ് ഈ സൊല്യൂഷൻ്റെ സർഫസിൽ എക്സർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം, അതായത് തിയററ്റിക്കലായി കണ്ടുപിടിച്ചപ്പോൾ, അതായത് റൗൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ PAയുടെ വാല്യൂവിനേക്കാളും, അവിടെ PA എന്ന് പറയുമ്പോൾ റൗൾസ് ലോ പ്രകാരം PA എന്ന് പറയുമ്പോൾ ആർക്ക് തുല്യവാ? P0A ആ കിട്ടിയ വാല്യൂവിനേക്കാളും കൂടുതലായി പോയി. കാരണം കൂടുതൽ വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യുന്നു. കാരണം എന്താ? Aക്കും Bക്കും ഇടയിലുള്ള ബോണ്ട് വളരെ വീക്കായിപ്പോയി. കണ്ടോ? റോൾസ് ലോ പ്രകാരം അനുസരിക്കണമെങ്കിൽ Aക്കും Aക്കും ഇടയിലുള്ളതും Bക്കും Bക്കും ഇടയിലുള്ളതുമായ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെ ആയിരിക്കണം Aക്കും Bക്കും ഇടയിലുള്ളത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? അതിൽ വ്യത്യാസം സംഭവിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. AA ഓർ BB ഇൻ്ററാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ AB ഇൻ്ററാക്ഷൻസ്. ഇതാണ് ഈ ഒരു രീതിയിലോട്ട് മാറാനുള്ള കാരണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഡെൽറ്റ വി മിക്സിങ്ങിന്റെ വാല്യൂ പോസിറ്റീവ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കിയാലോ, വളരെ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ. ഇതാണ്ടേ, എ എന്ന് പറയുന്ന ലിക്വിഡ് ഞാൻ 10 ലിറ്റർ എടുത്തു എന്ന് കരുതുക. ബി എന്ന് പറയുന്ന ലിക്വിഡും 10 ലിറ്റർ എടുത്തു. ഇനി ഞാൻ ഇവരെ പരസ്പരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഉറപ്പായിട്ടും 10 10 20 ലിറ്റർ കിട്ടുമെന്നാണ്. പക്ഷേ ഇവിടെ കിട്ടുന്നത് 25 ലിറ്റർ ആയി പോയി. കണ്ടോ, എ ബി എന്ന സൊല്യൂഷനായി മാറിയപ്പോൾ 25 ലിറ്റർ ആയി പോയി. ഇനി നമുക്ക് ഇതിന്റെ വ്യത്യാസം ഒന്ന് എടുത്തു നോക്കാം. ഡെൽറ്റ വി മിക്സിംഗ് എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ അല്ലേ? ഫൈനൽ വോളിയം എത്രയാണ്? 25 ആണ്. മൈനസ് ഇനിഷ്യൽ മീൻസ് ഈ 10 ലിറ്ററും പ്ലസ് ഈ 10 ലിറ്റർ, ടോട്ടൽ എത്ര 20 ലിറ്റർ. ഇതാണല്ലോ ഇനിഷ്യൽ. ഇതാണ് ഇനിഷ്യൽ ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എത്ര? 25 20 പോയി കഴിയുമ്പോൾ 5 മീൻസ് +5 ആണ് കിട്ടുക. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. അതായത് റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഏതൊരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. എ എന്ന ലിക്വിഡും ബി എന്ന് പറയുന്ന മറ്റൊരു ലിക്വിഡും കൂടി മിക്സ് ചെയ്ത് എ ബി എന്ന സൊല്യൂഷനായി കഴിയുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന റിസൾട്ടന്റ് സൊല്യൂഷന്റെ വോളിയം കൂടുന്നതായി കാണാം. കണ്ടോ, നമുക്കിവിടെ കിട്ടേണ്ടത് 10 10 കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉറപ്പായും 20 ലിറ്റർ ആണ് കിട്ടേണ്ടത്. ബട്ട് നമുക്കിവിടെ കിട്ടിയതോ 25 ലിറ്റർ ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടിപ്പോയി. ക്ലിയർ? അതാണ് ഡെൽറ്റ വി മിക്സിങ്ങിന്റെ വാല്യൂ പോസിറ്റീവ് ആയത്, മീൻസ് കൂടുക എന്നുള്ളതാണ്. കണ്ടോ, വ്യത്യാസം എടുത്തപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി. കണ്ടോ, ദാറ്റ് ഈസ് ഡെൽറ്റ വി മിക്സിംഗ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് ഫോർ പോസിറ്റീവ് ഡീവിയേഷൻ ഓർക്കണം. എയും ബിയും 2 ലിക്വിഡ്സ് പരസ്പരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യപ്പെടുന്ന സൊല്യൂഷന്റെ വോളിയം എന്ത് ചെയ്യും? റിസൾട്ടന്റ് സൊല്യൂഷന്റെ വോളിയം കൂടുതലായിരിക്കും. ആ എയുടെയും ബിയുടെയും വോളിയത്തിന്റെ സമ്മിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് ബൈ 25 ലിറ്റർ കിട്ടിയതുപോലെ. ക്ലിയർ? ആ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. നെക്സ്റ്റ് വൺ, ഡെൽറ്റ എച്ച് മിക്സിങ്ങിന്റെ വാല്യൂ പോസിറ്റീവ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ മീൻസ് എൻതാൽപ്പി ചേഞ്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നടന്ന റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് എ എന്ന ലിക്വിഡും ബി എന്ന മറ്റൊരു ലിക്വിഡും കൂടി മിക്സ് ചെയ്ത് എ ബി എന്ന സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? എയുടെയും ബി എന്ന് പറയുന്ന ലിക്വിഡിലുള്ള ഹീറ്റിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അതായത് അവിടെ ഫോം ചെയ്യപ്പെടുന്ന സൊല്യൂഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹീറ്റിന്റെ അളവ് ആയിരിക്കുകയില്ല അവിടെ ഉള്ളത്. ഉള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ടു. എപ്പോഴാ? സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു. നമ്മൾ ഐഡിയലി പഠിപ്പിച്ചപ്പോൾ എന്തോ പറഞ്ഞേ? അവിടെ അബ്സോർപ്ഷനും നടക്കുന്നില്ല, അതുപോലെ ലിബറേഷനും നടക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? അബ്സോർബ് ചെയ്യപ്പെട്ടു. ഹീറ്റ് എനർജി നമ്മുടെ റിസൾട്ടന്റ് സൊല്യൂഷനിൽ എന്ത് സംഭവിച്ചു? റിസൾട്ടന്റ് സൊല്യൂഷൻ ഫോം ചെയ്തപ്പോൾ ഹീറ്റ് എനർജി അവിടെ അബ്സോർബ് ചെയ്യപ്പെട്ടു. ക്ലിയർ? അതായത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ്. മീൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക മീൻസ് എൻഡോതെർമിക് ആണ്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞൂടെ? ഈ ഇവിടെ ഫോം ചെയ്യപ്പെടുന്ന റിസൾട്ടന്റ് സൊല്യൂഷന്റെ ടെമ്പറേച്ചറിൽ എന്നാ മാറ്റം ഉണ്ടാകും? ഉള്ള ഹീറ്റ് മൊത്തം അങ്ങ് അബ്സോർബ് ചെയ്യുന്നു. ഒരു പ്ലേറ്റിൽ കുറെ ഇഡ്ഡലി എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് തരുന്നു. നിങ്ങളെല്ലാം വാരി വിഴുങ്ങിയിട്ട് എനിക്ക് പാത്രമായി തിരിച്ചു തരുന്നു. കണ്ടോ, അബ്സോർബ് ചെയ്തു ഇഡ്ഡലി മൊത്തം. അപ്പോൾ ഇഡ്ഡലിയുടെ അളവ് കുറഞ്ഞില്ലേ? ആ പാത്രത്തിനകത്ത് പിന്നെ ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് അവിടെയുള്ള ഹീറ്റിനെ മൊത്തം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ഹീറ്റ് മൊത്തം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഉറപ്പായിട്ടും കുറയും. അതായത് ചൂട് കുറഞ്ഞാൽ ടെമ്പറേച്ചർ എന്തായാലും കുറയില്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം റിസൾട്ടന്റ് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യപ്പെടും. എവിടെയാ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയിൽ. ക്ലിയർ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അവിടെ എൻഡോതെർമിക് ആണ് നടക്കുന്നത്. അതായത് ഹീറ്റിനെ മൊത്തം അബ്സോർബ് ചെയ്യും, ഉള്ള ഹീറ്റ് മൊത്തം അതങ്ങ് വിഴുങ്ങും. അങ്ങനെ വന്നാൽ പിന്നെ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഹീറ്റിന്റെ അളവ് കുറഞ്ഞില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ റിസൾട്ടന്റ് സൊല്യൂഷൻ ബിക്കംസ് ഡിക്രീസസ് ആണ്. അത് ഓർമ്മയിൽ ഈ പ്ലസ് കണ്ടുകൊണ്ട് കൂടുക എന്ന്, ടെമ്പറേച്ചർ കൂടുക എന്ന് എഴുതി വെക്കരുത്. കേട്ടല്ലോ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. PA is greater than P0A chi A, PB is greater than P0B chi B. ഇത് രണ്ടും ഓർക്കണം. ഈ PAയും PBയും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ളതും ഇവിടെ എഴുതിയേക്കുന്നത് രണ്ടും റൗൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചതുമാണ്. ഓർമ്മയിൽ വെച്ചേക്കുക.
ഇതിന്റെ റീസൺ എ ഓർ ബി ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ദാൻ എ ഇന്ററാക്ഷൻസ് ആണ്. ഡെൽറ്റ വി മിക്സിങ്ങിന്റെ വാല്യൂ പോസിറ്റീവും മീൻസ് റിസൾട്ടന്റ് സൊല്യൂഷന്റെ വോളിയം കൂടുതലാവും, മീൻസ് ഇൻക്രീസ് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ഡെൽറ്റ എച്ച് മിക്സിങ്ങിന്റെ വാല്യൂ പോസിറ്റീവ് മീൻസ് അവിടെ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുന്നു. അതായത് അവിടെ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ ഹീറ്റ് എന്ത് ചെയ്യും, സൊല്യൂഷൻ ഉണ്ടായി കഴിയുമ്പോഴേക്കും അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടും. അതായത് എ എന്ന ലിക്വിഡിലും ബി എന്ന ലിക്വിഡിലും ഉള്ള ഹീറ്റിനെ മൊത്തം അബ്സോർബ് ചെയ്യപ്പെടുവാണ്. അപ്പോൾ ഹീറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി കുറഞ്ഞില്ലേ, ക്ലിയർ. അതായത് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഡിക്രീസസ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ റിസൾട്ടന്റ് സൊല്യൂഷൻ ബിക്കംസ് ഡിക്രീസസ്. ഇത്രയും കാര്യമാണ് പോസിറ്റീവ് ഡീവിയേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾ അതിൻ്റെ 1-2 എക്സാമ്പിൾ കൂടി പഠിക്കണം. എന്നിട്ട് ഗ്രാഫും കൂടെ ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ. ഈഥൈൽ ആൽക്കഹോൾ പ്ലസ് വാട്ടർ, അസറ്റോൺ പ്ലസ് CH2. CH2 മീൻസ് ആരാണ്, കാർബൺ ഡൈസൾഫൈഡ്. അടുത്തത് CCl4 പ്ലസ് CHCl3. CCl4 അറിയാമല്ലോ, കാർബൺ ടെട്രാ ക്ലോറൈഡ് പ്ലസ് CHCl3 ആരാണ്, ക്ലോറോഫോം. അപ്പോൾ CCl4ൻ്റെയും ക്ലോറോഫോമിൻ്റെയും മിക്സ്ചർ എന്തിന് എക്സാമ്പിൾ ആണ്, പോസിറ്റീവ് ഡീവിയേഷൻ, റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് വൺ അസറ്റോൺ പ്ലസ് ബെൻസീൻ. അസറ്റോൺ പ്ലസ് ബെൻസീൻ, അതായത് അസറ്റോണും ബെൻസീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തിന് എക്സാമ്പിൾ ആണ്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന, റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി. പൊതുവേ നിങ്ങൾ എപ്പോഴും കുറച്ച് എക്സാമ്പിൾ എക്സെപ്ഷനായിട്ട് വരും എങ്കിൽ പോലും നിങ്ങളൊരു ട്രിക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനിൽ ഒരു കമ്പോണൻറ്റ് മിക്കപ്പോഴും ആരായിരിക്കും എന്നറിയാമോ, ഒന്നുകിൽ CH2 ആയിരിക്കും, കാർബൺ ഡൈസൾഫൈഡ് ആയിരിക്കും, അതും അല്ലെങ്കിൽ അതിലൊരു കമ്പോണൻറ്റ് ആൽക്കഹോൾസ് ആയിരിക്കും, ഏതെങ്കിലും ആൽക്കഹോൾസ്, അതും അല്ലെങ്കിൽ CCl4. ഈ 3 പേരിൽ ആരെങ്കിലുമൊക്കെ കമ്പോണൻസ് ആയിട്ട് വരികയാണെങ്കിൽ അവർ പൊതുവേ എന്ത് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ക്ലിയർ. അപ്പോൾ ഏതൊക്കെയാണ്, CH2, അതുപോലെ തന്നെ കാർബൺ ടെട്രാ ക്ലോറൈഡ് അഥവാ CCl4, അതുപോലെ തന്നെ ആൽക്കഹോൾസ്. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻസ്, ഇപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷനകത്ത് വന്നു കഴിഞ്ഞാൽ പൊതുവേ അവരെന്ത് കാണിക്കുന്നവരാണ്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണെന്ന് ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ സാറി വരച്ചിട്ടുള്ളത് നോക്കിയേ, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് സാധാരണ റൗൾസ് ലോയുടെ ഗ്രാഫാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഒരു മാറ്റവും അതിനകത്തില്ല. ഇത് റൗൾസ് ലോയുടെ ഗ്രാഫാണ്. വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഡോട്ടർ ലൈൻ കാണിച്ചേക്കുന്നത് എന്താണ്, റൗൾസ് ലോയുടെ ഗ്രാഫാണ്. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി നമ്മൾ എന്താ പറയുന്നത്, റൗൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. മീൻസ് എന്താ, റൗൾസ് ലോ പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കാളും കൂടിപ്പോയി. എപ്പോൾ, നമ്മൾ അതേ ആളെ തന്നെ എക്സ്പെരിമെൻ്റലായി കണ്ടുപിടിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നാൽ റൗൾസ് ലോ പ്രകാരമുള്ള ഗ്രാഫിനേക്കാളും കൂടി വരണം വാല്യൂസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ കഴിയും. ഇതാണ്ടേ കൂടി വരിക എന്ന് പറയുമ്പോൾ അതാണ് ഈ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് റോൾസ് ലോയുടെ ഡോട്ടർ ലൈൻ. അപ്പോൾ അതിനേക്കാൾ കൂടുക എന്ന് വെച്ച് കഴിയുമ്പോൾ അതാണ് ഒരു തൊപ്പി പോലെ വരയ്ക്കുക. വളരെ സിമ്പിളാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ, ഇതാണ് ഈ ലൈൻ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, അതാണ് ഇതേപോലെ തൊപ്പി പോലെ വരയ്ക്കാം. വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ റോൾസ് ലോയുടെ ഡോട്ടർ ലൈൻ. നമ്മൾ അതിനേക്കാളും കൂടുക മീൻസ് ഇതാണ് ഇങ്ങനെ. അപ്പോൾ ഈ വരച്ചിട്ടുള്ള റെഡ് ലൈൻ കാണിച്ചേക്കുന്നതെല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. കൂടുതൽ കിട്ടി. അതായത് ഈ ഡോട്ടർ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ P0A Chi-Aയും ഇതാണ് റോൾസ് ലോ പ്രകാരമുള്ള വാല്യൂ. ഓക്കെ, ഈ PA എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചത്. കണ്ടോ? അപ്പോൾ റോൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ച വാല്യൂവിനേക്കാളും കൂടുതലായിപ്പോയി. ഇത്രയേ ഉള്ളൂ. അതുപോലെ ഈ ഡോട്ടർ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് P0B Chi-B എന്ന് എഴുതാം. കണ്ടോ? ഇതിനേക്കാളും റോൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കാളും കൂടിപ്പോയി എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചപ്പോൾ. ദാറ്റ് ഈസ് ആര് കൂടിപ്പോയി, PB എന്നുള്ള വാല്യൂ. സിമിലർലി ഇവിടെ നമുക്ക് എന്ത് എഴുതി വെക്കാം, ഈ ഇതാണ് PA പ്ലസ് PB. ക്ലിയർ.
ഈ ഡോട്ടർ ലൈൻ എന്ന് പറയുമ്പോൾ P0A കൈ A പ്ലസ് P0B കൈ B. ഇതെല്ലാം നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കുന്ന ആയത് ഈ PA പ്ലസ് PB എന്നുള്ളത് ഈ PAയും ഈ PB എല്ലാം നമ്മൾ ഈ ചുമന്ന ലൈൻ കൊടുത്തേക്കുന്നുണ്ടോ, അത് നമ്മളെല്ലാം എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കുന്നതും ഈ ഡോട്ടർ ലൈനിൽ കൊടുക്കുന്നതെല്ലാം റൗൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചതുമാണ് കണ്ടോ. അപ്പോൾ റൗൾസ് ലോ പ്രകാരം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ വാല്യൂവിനേക്കാളും കൂടുതലായിപ്പോയി എപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചപ്പോൾ. ദാറ്റ് ഈസ് they show positive deviation from Raoult's law. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക, ഈ ഡോട്ടർ ലൈൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, P0A കൈ A പ്ലസ് P0B കൈ B ആയിരിക്കും. അപ്പോൾ അതാണ് റൗൾസ് ലോ. അപ്പോൾ അതിനേക്കാളും കൂടുക മീൻസ് PA പ്ലസ് PB. കണ്ടോ, ഈ PA പ്ലസ് PB എന്നുള്ളതാണ് ഏത് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ വാല്യൂ കൂടിപ്പോയി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ, ഞാൻ തൊപ്പി പോലെ വരച്ചാൽ മതി, മുകളിലോട്ട് കൂടി നിൽക്കുക. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ്. വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ നമ്മുടെ അടുത്ത പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഗുഡ് ബൈ.